ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടു കാണും, നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു 90s കിഡ് പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെയൊക്കെ പൊതിച്ചോറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഗ്രാൻഡ് വിഭവങ്ങളൊക്കെയാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പൊതിച്ചോറിനകത്ത് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈയും അതേപോലെ ബീഫും അതേപോലെ ഫിഷ് ഫ്രൈയും ഒക്കെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു പൊതിച്ചോറെന്ന് പറയുന്നത്. പിന്നെ പച്ചടി കിച്ചടി ഒരുപാട് കറികൾ അടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതിച്ചോറല്ല ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തത് 90s കിഡ് പൊതിച്ചോറ് എന്നുള്ളത്. കാരണം പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകാറുണ്ട്. പൊതിച്ചോറായിട്ടും അല്ലാതെ ടിഫിനായിട്ടും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. എന്നാലും പൊതിച്ചോറാണല്ലോ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ആ പൊതിച്ചോറിനകത്തെന്ന് പറയുന്നാൽ ഒരു ചമ്മന്തി കാണും, ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഒരു മീൻ വറുത്തത്, ഒന്നെങ്കിൽ മീൻ വറുത്തത് കാണും, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് കാണും, പിന്നെ അച്ചാർ. ഇതിത്രയുമാണ് എൻ്റെ ഒരു മെമ്മറിയിലുള്ള പൊതിച്ചോറൊക്കെ എന്ന് പറയുന്നത്. അല്ലാതെ ഭയങ്കര വലിയ ഒരുപാട് ഐറ്റങ്ങളൊന്നും അന്നില്ല. ഇനി അച്ചാർ നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ആരുടെയെങ്കിലും കയ്യിൽ അച്ചാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് പൊതിച്ചോറെന്ന് പറയുമ്പോൾ. അല്ലാതെ ഇപ്പോഴത്തെ പൊതിച്ചോറൊന്നും ഞാനത് സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും കഴിച്ചിട്ടേ ഇല്ല. നമ്മളല്ലാതെ ഇതാണ് ഒരു നോർമൽ, ഇത് തന്നെ അന്ന് വലിയ ഗ്രാൻഡാണ്. നമുക്ക് ഇത്രയും ഐറ്റങ്ങളൊക്കെ വരുമ്പോഴേ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു. പിന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തൊക്കെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വളരെ വളരെ വിഭവസമൃദ്ധമായി കഴിക്കുന്ന ഒരു ഫീലായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു പൊതിച്ചോറാണ് ഞാനിന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ കടയിൽ പോയി വാഴയില കിട്ടുമെന്ന് നോക്കാം. വാഴയില കിട്ടിയാൽ ഓക്കെ ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫോയിൽ പേപ്പറിൽ ശരണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കം. അപ്പം ഞാൻ ദേ താഴത്തെ കടയിലൊക്കെ എത്തി. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ കടയൊക്കെ. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കുകയാണ്. ആക്ച്വലി പറയാതെ ഇരിക്കാൻ വയ്യ കേട്ടോ, നല്ല വെയിലാണ്, ഭയങ്കര വെയിൽ കേട്ടോ. ഇവിടെ ചൂട് തുടങ്ങി കഴിഞ്ഞിരുന്നാൽ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരു കാര്യം. ചൂടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഭയങ്കര തണുപ്പുമായിരിക്കും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും പതുക്കെ നടന്ന് ചെന്ന് അകത്ത് ആ സൂപ്പർ മാർക്കറ്റിലുള്ള അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന കാരണം ഞാൻ അധികം അങ്ങോട്ട് വീഡിയോസ് എടുത്തില്ല കേട്ടോ. യെസ്, അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ റൂമിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ അങ്ങോട്ട് തുടങ്ങാം. അപ്പം ഞാൻ ബീട്രൂട്ടും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും ഒക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അതിൻ്റെ അകത്തോട്ടൊക്കെ കിടക്കാം. ഓക്കെ, പിന്നെ പുറത്തുനിന്നുള്ള വീഡിയോസ് എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. അതായത് ഫിഷ് മാർക്കറ്റിൽ പോകുന്നത് അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അവിടെ മുഖം അടിച്ച് തിരിക്കുന്ന കണക്കുള്ള അതേപോലെയുള്ള വെയിലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് ഭയങ്കര അസ്വസ്ഥത തോന്നും. അപ്പോൾ അതുതന്നെ ഞാൻ അവിടെ നിന്നുള്ള വീഡിയോസൊന്നും അധികം എടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി പൊതിച്ചോറിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബീട്രൂട്ട് തോരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതങ്ങ് വെച്ച് മീൻസ് അതങ്ങ് അരിഞ്ഞ് വെച്ച് കേട്ടോ. അത് അരിയുന്നത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അത് എടുക്കാഞ്ഞെന്ന് വെച്ചിരുന്നാൽ ഇപ്പോൾ ഈ വീഡിയോ എല്ലാം കൂടെ എടുത്തു വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അരിയുന്നതൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ചമ്മന്തിയാണ് ഒരു പൊതിച്ചോറ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചോറ്റുപാത്രത്തിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊള്ളുക. കാരണം വെച്ചിരുന്നാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആഹാര സാധനങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അത് ഞാൻ ആദ്യമേ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ചമ്മന്തി നല്ല കാര്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഉള്ളി, കൊച്ചുള്ളി അരിഞ്ഞിട്ടതും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്താണ് എൻ്റെ ചമ്മന്തിയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത് ഇഞ്ചി ഓപ്ഷണലാണ് കേട്ടോ, ചിലപ്പോഴൊക്കെ ഇഞ്ചി ചേർക്കാറുള്ളൂ, അങ്ങനെ മാൻഡേറ്ററി ഒന്നുമല്ല. അപ്പോൾ ഇത് ഞങ്ങൾ ചമ്മന്തി അരച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് എടുക്കണം കേട്ടോ. പ്രത്യേകം ഒരു പ്ലേറ്റിലാക്കി കുഴച്ചെടുക്കണം. കാരണം എൻ്റെ ചമ്മന്തിയുടെ റെസിപ്പി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ആക്ച്വലി ഇതേപോലെ എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ പ്രത്യേക ഒരു പാത്രത്തിലൊക്കെ ആക്കി ഇങ്ങനെ കുഴയ്ക്കുന്നതൊക്കെ പഠിച്ചത് കേട്ടോ. അമ്മ ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉണ്ട ഉരുട്ടി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുനാളിൽ ഞാൻ ചെന്ന് ചോദിക്കുമ്പം ഇതെന്താ ഇങ്ങനെ ഉണ്ടയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിൻ്റെ തല പോലെ ആക്കി വെക്കുവാന്ന്. അപ്പോൾ അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചിരുന്നാൽ ഫുള്ള് നൊസ്റ്റാൾജിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് കൂടിയാണ് കേട്ടോ.
അപ്പോൾ അത് ഈ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നല്ല ഇഞ്ചി ചേർത്ത ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം പ്രത്യേകം അതൊരു ബൗളിലാക്കി മാറ്റുക. അപ്പം നമ്മൾ ഈ ചമ്മന്തി ഇങ്ങനെയൊക്കെ ഇളക്കിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണമെന്ന്. പിന്നെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് മീനെന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ കൊല്ലംകാർ ഇതിനെ കിളിമീനെന്നും ചുമപ്പൻ കോരയെന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഇവന് പല പേരുകളാണ്, ഉണ്ണിമേരിന്ന് വരെ ഈ മീനിന് പേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ കൂടുതലും ചുമപ്പൻ കോര അല്ലെങ്കിൽ കിളിമീനെന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പം ഇവനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കറി വെച്ചാൽ അത്ര വലിയൊരു ടേസ്റ്റൊന്നും കിട്ടാറില്ല കേട്ടോ, പക്ഷേ ഇത് പൊരിച്ചതിന് നല്ല രുചിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അധികം സമയമൊന്നും കളഞ്ഞില്ല, പെട്ടെന്ന് തന്നെ മീനിന് മസാലയൊക്കെ പുരട്ടിയെടുത്തു. എന്നിട്ടൊരു 10 മിനിറ്റ്, ഒരു റെസ്റ്റിംഗ് ടൈം എന്ന് പറയുമല്ലോ, 10 മിനിറ്റ് വേണമെന്നില്ല, ഒരു 5-6 മിനിറ്റ് ആയാലും മതി. എന്നിട്ടത് പാനിൽ വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടാക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു ചോറും ഒരു ചമ്മന്തി, ഒരു പൊരിച്ചമീൻ, ഒരു തോരൻ, ഒരു അച്ചാർ, ഇത്രയൊക്കെ അന്നത്തെ ഞങ്ങളുടെ ഒരു പൊതിച്ചോറിലൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രത്തിൽ ഇത്രയും ഐറ്റംസൊക്കെ ഉള്ളു കേട്ടോ. അല്ലാതെ ഇന്നത്തെ പൊതിച്ചോറിൽ കാണുന്നത് പോലെ മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഇങ്ങനെ എല്ലാം കൂടി ഉള്ളതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇതേപോലെ 90s കിഡിൻ്റെ പൊതിച്ചോറാണ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു 12:30 സമയമാകുമ്പോഴാണ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് അന്ന്. അപ്പം എൻ്റെ ദൈവമേ, ഉച്ചയ്ക്ക് അങ്ങോട്ട് എല്ലാവരുടെയും അന്ന് ഞങ്ങളെല്ലാവരും ചോറാണ് കൊണ്ടുവരുന്നത്. ഞങ്ങളൊരു 60 കുട്ടികളോളം ഉണ്ട് ക്ലാസ്സിൽ. അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും പേരും, ഞങ്ങൾ 58 പേരും ചോറാണ്. 1-2 പേര് മാത്രമേ ഉള്ളൂ രാവിലത്തെ പലഹാരം കൊണ്ടുവരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഈ ബെല്ലടിക്കുന്ന ഉടനെ ഈ മാങ്ങാച്ചാറിൻ്റെയും ചമ്മന്തിയുടെയൊക്കെ ഒരു മണം അതൊക്കെ അങ്ങോട്ട് വരുമായിരുന്നു. ആ മണങ്ങളൊന്നും ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വന്നപ്പോഴോ ഞാൻ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴോ അതൊന്നും ഒന്നും ഞാൻ പിന്നെ അടിച്ചിട്ടേ ഇല്ല മണങ്ങളൊന്നും. കാരണം എന്ന് വെച്ചിരുന്നാൽ ഇവിടത്തേക്ക് കുട്ടികൾ കൂടുതലും ഇതേപോലെ ബർഗർ, നൂഡിൽസ്, പാസ്ത അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ പഴയ നൊസ്റ്റാൾജിയ മണങ്ങളൊന്നും, അച്ചാറ്, ചമ്മന്തി, ലൗലോലിക്ക അച്ചാർ, അങ്ങനെ അതിൻ്റെ മണങ്ങളൊക്കെ ഞാനിവിടെ നിന്ന് കേട്ടിട്ടേ ഇല്ല. ആ ഒരു വാസനയൊന്നും എനിക്കിവിടെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ വാഴയിലയുടെ ആ ഒരു നട്ടലൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട്, നമ്മൾ വാഴയിലയുടെ ആ നട്ടലിങ്ങനെ കീറി മാറ്റുമല്ലോ, അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് അതിനെ ഒന്ന് വാട്ടിയെടുക്കുവാണ് കേട്ടോ. ഞാൻ ആക്ച്വലി എനിക്ക് വലിയ വാഴയില വാട്ടി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ അമ്മയാണ് കൂടുതലും വാഴയിലയൊക്കെ വാട്ടിയെടുക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അറിയാവുന്ന പോലെ വാഴയിലയൊക്കെ വെട്ടിയെടുത്തു. ഈ ഇലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പൊട്ടലും ഉണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ ഇലയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വളരെ സുലഭമായിട്ടൊന്നും ഇവിടെ വാഴയിലയൊന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കിടന്നുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ പനിയുടെ ഒരു ചെറിയ കോളുണ്ട്, ചെറിയ ക്ഷീണം, അപ്പോൾ അതുകൊണ്ടാണ് കിടന്നുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇടയ്ക്ക് ഈ ഒരു ബ്രീതിങ് പ്രോബ്ലം ഇടയ്ക്ക് വരുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഞാൻ അടിക്കൊരു ഫോയിൽ പേപ്പറോടെ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ന്യൂസ് പേപ്പർ ഇല്ല ഫൈനൽ പൊതിയാനായിട്ട്. പിന്നെ ആ വാഴയിലേക്ക് ഇച്ചിരി പൊട്ടലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് വാഴയില വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മ പറഞ്ഞ പോലെ എൻ്റെ തലയുടെ ഷേപ്പുള്ള ചമ്മന്തി ഉണ്ടക്കകത്തുനിന്ന് കുറച്ച് ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പം അതെനിക്കിങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ പൊടിഞ്ഞു പോയ ചമ്മന്തിയൊക്കെ എടുത്ത് വീണ്ടും അങ്ങോട്ട് സെറ്റാക്കി വെക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ അതൊക്കെ ചമ്മന്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നമ്മുടെയൊക്കെ അന്നത്തെ ഒരു സ്കൂൾ ഡേയ്സിലുള്ള അന്നൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പൊതിച്ചോറാണ് ഇന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് 90s കിഡ്സോ 80s കിഡ്സോ ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ വേണ്ട കുറച്ച് ബീട്രൂട്ട് തോരനും അതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് തോരൻ, ചമ്മന്തിയും ബീട്രൂട്ട് തോരനും അച്ചാറും കൂടെയൊക്കെ കഴിക്കാൻ, അത് പ്രത്യേകിച്ച് നാരങ്ങ അച്ചാറാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ആ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും, രാവിലെ പൊതിഞ്ഞ് വെക്കുന്നതല്ലേ, ഉച്ചയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റായിരിക്കും. അതെല്ലാം കൂടി ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. അപ്പം അതായത് ഞാൻ കുറച്ച് ബീട്രൂട്ട് തോരനാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്കിന്ന് കിളിമീൻ ഫ്രൈ ആയിരുന്നു. അതായത് നമ്മുടെ പൊന്നാരൻ ഫ്രൈ അല്ലെങ്കിൽ ചുമപ്പൻ കോര
എന്തുവാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കൊല്ലംകാർ ഇവനെ പൊന്നാരൻ എന്നൊക്കെയാണ് പറയുന്നത്. പൊന്നാരൻ എന്നും പറയും, ചോമ്പങ്കോരയെന്നും പറയും കേട്ടോ. ഇത് ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു 2 പീസ് സത്യം പറഞ്ഞാൽ അത് പൊതിച്ചോറ് ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് ഞാനതൊരു ഷോയ്ക്ക് വെച്ചെന്നേ ഉള്ളൂ. സാധാരണ 1 പീസൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. അപ്പം അത് മീനിൻ്റെ ഡിപ്പെൻസാണ് കേട്ടോ. വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 പീസൊക്കെ വെക്കാറുള്ളൂ. പിന്നെ നെത്തോലി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലാണ് കുറച്ചുകൂടെയൊക്കെ പീസുകൾ വെക്കുന്നത് കേട്ടോ. സാധാരണ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാർ എന്തായാലും കാണും. അത് കൂടുതലും നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ കടുമാങ്ങ അച്ചാറോ ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് മുളകിൻ്റെ ഒരു അച്ചാറാണ്. ചുമന്ന മുളകുണ്ടല്ലോ, അതിൻ്റെ ഞാൻ ഇവിടെ വാങ്ങിച്ച അച്ചാറാണ് കേട്ടോ, ഞാൻ ഇട്ട അച്ചാറൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശകലവേ വെച്ചുള്ളൂ. അതുകൊണ്ടാണ് അത്ര ഡാർക്ക് കളറ്. മുളകും പുളിയും കൂടെ ഒക്കെ ഇട്ട് ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ കടുമാങ്ങ അച്ചാറോ ആണ് ബെസ്റ്റ്. അപ്പോൾ ഇനി എന്നിട്ട് നമ്മൾ നല്ല നൈസായിട്ട് ആ വാഴയില അങ്ങ് പൊതിഞ്ഞ് എടുക്കുക കേട്ടോ. വാട്ടി എടുത്തത് കൊണ്ടാണ് അത് നല്ല കൂളായിട്ട് ഇങ്ങനെ വന്നത് കേട്ടോ വാഴയില. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇച്ചിരി പൊട്ടലുണ്ട് ആ ഇലയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ അടിക്ക് ഫോയിൽ പേപ്പർ വെച്ചത് കേട്ടോ. അപ്പോൾ ഫോയിൽ പേപ്പറൂടെ വെക്കുമ്പോഴത്തേക്കും ഇൻ കേസ് ഇച്ചിരി വെളിയിലോട്ടെങ്ങാനും വന്നിരുന്നാലും നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പം അതാണ് ആദ്യത്തെ ഫോയിൽ പേപ്പർ അങ്ങനെ വെച്ചത്. പിന്നെ അതിൻ്റെയും അടിക്ക് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചു. അതെനിക്കിവിടെ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സാധാരണ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിലായിരുന്നു വീട്ടിലൊക്കെ വെച്ച് പൊതിഞ്ഞ് തരുന്നത്. ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു റബ്ബർ ബാൻഡും കൂടി ഇടും. മിക്കപ്പോഴും ഒരു ചുമന്ന അല്ലെങ്കിൽ ഒരു മഞ്ഞ റബ്ബർ ബാൻഡ്, ഈ 2 റബ്ബർ ബാൻഡൊക്കെയാണ് മാറിയും തിരിയും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് 90s കിഡ്സ് എന്നല്ല 80s കിഡ്സ് ആയാലും നിങ്ങൾക്ക് 20s കിഡ്സിന് ഈ പൊതിച്ചോറിൻ്റെയൊക്കെ ഇത്ര അറിയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ 2 പൊതിച്ചോറ് വെച്ചു കേട്ടോ. ഒന്ന് എനിക്കും ഒന്ന് ഹസ്ബൻഡിനുമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 90s കിഡ് പൊതിച്ചോറെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.